എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് പത്തരമാറ്റ സീരിയലിൻ്റെ വരാൻ പോകുന്ന തകർപ്പൻ എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടാണ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ വരാൻ പോകുന്ന തകർപ്പൻ എപ്പിസോഡുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒടുവിൽ നാഗേന്ദ്രൻ തൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന ഉറച്ച തീരുമാനം എടുക്കുകയാണ്. തന്നെ കുറ്റക്കാരനാക്കിക്കൊണ്ട് നല്ല പിള്ള ചമഞ്ഞു നടക്കുന്ന അയാളെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് നാഗേന്ദ്രൻ. അതിനായി നന്ദുവിൻ്റെ സഹായം തനിക്ക് ആവശ്യമാണ് എന്നുള്ള ബോധ്യത്തോടെ നന്ദുവിനെ വിളിക്കുന്നുണ്ട് നാഗേന്ദ്രൻ. നന്ദു സ്റ്റേഷനിലോട്ട് കയറി ചെല്ലുന്ന വഴിക്കാണ് നന്ദുവിന് ഒരു കോൾ വരുന്നത്. നന്ദു കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നാഗേന്ദ്രൻ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, ഹലോ മേഡം, മേഡത്തിന് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, ഇല്ല എനിക്ക് മനസ്സിലായിട്ടില്ല, ഇതാരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ നാഗേന്ദ്രൻ, എനിക്ക് മേഡത്തോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നന്ദു പറയുന്നുണ്ട്, എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് സ്റ്റേഷനിലോട്ട് വന്നാൽ മതി എന്ന് പറയുമ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അത് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്, എന്തെങ്കിലും കേസിനെ കുറിച്ച് സംസാരിക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അതെ ഒരു കേസ് തന്നെയാ, പക്ഷേ അത് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, മേഡത്തിനും അറിയുന്ന ആളുകളെ കുറിച്ച് തന്നെയാണ് എനിക്ക് സംസാരിക്കാനുള്ളത് എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, എന്ത് കാര്യമായാലും നിങ്ങൾ സ്റ്റേഷനിലോട്ട് വന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ശരി ഞാൻ സ്റ്റേഷനിലോട്ട് വരാം എന്ന് പറഞ്ഞ് നാഗേന്ദ്രൻ ഫോൺ വെക്കുന്നുണ്ട്. നാഗേന്ദ്രൻ ഫോൺ വെച്ചതും നന്ദു ആലോചിക്കുന്നുണ്ട്, ആരെക്കുറിച്ചായിരിക്കും അയാൾക്ക് പറയാനുണ്ടായിരിക്കുക, ഇനി എന്ത് പ്രശ്നം ഉണ്ടാക്കാനാണ് അയാൾ പുറപ്പെടുന്നത് എന്നെല്ലാം ചിന്തിക്കുന്നുണ്ട് നന്ദു. ശേഷം നാഗേന്ദ്രൻ സ്റ്റേഷനിലോട്ട് വരികയാണ്. സ്റ്റേഷനിലോട്ട് വന്നതും നന്ദു പറയുന്നുണ്ട്, വരൂ നിങ്ങൾ ഇരിക്കൂ എന്ന് പറയാണ്. നാഗേന്ദ്രൻ സീറ്റിലിരുന്നതും നന്ദുവിനോട് പറയുന്നുണ്ട്, എനിക്ക് മേഡത്തോട് പറയാനുള്ള കാര്യം കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ളതാണ്. പലരും എന്നെ കുറ്റക്കാരനാക്കിക്കൊണ്ട് നല്ല പിള്ള ചമഞ്ഞ് നടക്കുന്നുണ്ട്, അവരെ ആരെയും വെറുതെ വിടരുത് എന്നുള്ള തീരുമാനം ഞാനിപ്പോൾ എടുത്തിരിക്കുകയാണ്. ഇതൊന്നും ആരും അറിയരുതെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നതായിരുന്നു, പക്ഷേ മറ്റുള്ളവരെ എന്നോട് കാണിക്കുന്ന ക്രൂരതകളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് എല്ലാവരും അറിയണമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എന്ത് കാര്യത്തെക്കുറിച്ചായി സംസാരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്ത് കാര്യമാണെങ്കിലും തെളിച്ച് പറയൂ. മേഡത്തിന് നന്നായിട്ട് അറിയാവുന്ന കുടുംബമാണല്ലോ അനന്തപുരി. മേഡത്തിൻ്റെ ചേച്ചിമാരെ കല്യാണം കഴിച്ചിട്ടുള്ളത് അങ്ങോട്ട് തന്നെയാണല്ലോ. ആ കുടുംബത്തെക്കുറിച്ച് തന്നെയാണ് എനിക്ക് മേഡത്തോട് സംസാരിക്കാനുള്ളത്. അനന്തപുരിയിലെ എന്ത് കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എന്നെ അവിടുന്ന് പുറത്താക്കാനുണ്ടായ കാരണം എന്താണെന്ന് മേഡത്തിന് അറിയില്ലായിരിക്കും, അതെല്ലാം ഞാൻ പറയാം. എന്നെ അവിടുന്ന് പുറത്താക്കിയത് ഒരു കസ്റ്റമർക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ഒരു നെക്ലസ്, അത് മാറ്റി ഞാൻ വ്യാജ നെക്ലസ് അവിടെ കൊടുത്തു എന്നുള്ളൊരു തെറ്റ് കാരണമാണ്. പക്ഷെ ഞാൻ അന്ന് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയോ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല അങ്ങനെ ചെയ്തത്, അതിനെല്ലാം കാരണം എൻ്റെ ഭാര്യ തന്നെയായിരുന്നു എന്ന് പറയുമ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, 20 വർഷങ്ങൾക്ക് മുൻപ് നടന്നു കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുകയാണ്. ഒരിക്കലും അല്ല, അതെല്ലാം കഴിഞ്ഞ കാര്യമാണ്, അതിനെല്ലാം ഞാൻ ഒരുപാട് അനുഭവിക്കുകയും ചെയ്തു. അതിനുശേഷം ഒരുപാട് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയാണ് ഇന്ന് ഈ ഒരു നിലയിൽ ഞാൻ എത്തിയിട്ടുള്ളത്. പക്ഷേ എന്നെ കുറ്റക്കാരനാക്കി എൻ്റെ സമൂഹത്തിന് മുമ്പിൽ ഒരു മോശക്കാരനാക്കി മാറ്റിയ ഒരാൾ ഇന്നും ആ കുടുംബത്തിൽ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നുണ്ട്. അതൊരിക്കലും പാടില്ല. അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ തെറ്റുകളും എനിക്ക് എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുവരണം. അങ്ങനെ അയാൾ ഒരിക്കലും സുഖമായിട്ട് ജീവിക്കരുത് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. മറ്റുള്ളവരെ എല്ലാം വിഡ്ഢികളാക്കിക്കൊണ്ട് അയാൾ ഇപ്പോഴും ആ കുടുംബത്തിൽ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല, എന്താണെങ്കിലും വ്യക്തമായിട്ട് പറയൂ എന്ന് പറയുമ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ പറയാൻ പോകുന്ന ആൾ ആരാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മേഡം ആകെ ഷോക്കായി പോവും. മറ്റാരുമല്ല, മേഡം സ്നേഹിക്കുന്ന അനിയില്ലേ, ആ അനിയുടെ അച്ഛൻ തന്നെ അജയൻ. അയാൾ ആ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മേഡത്തിന് അറിയില്ല. അയാൾ മൂർത്തീസ് ജ്വല്ലറിയിലും ഓഫീസിലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ വലിയ തട്ടിപ്പാണ്. അത് 1-2 രൂപയുടെ ഒന്നും അല്ല, കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ഈ 20 വർഷമായിട്ട് അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഇതുവരെ ആരും അറിഞ്ഞിട്ടോ
അയാൾ ഇതുവരെ പിടിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അനിയുടെ അച്ഛൻ തട്ടിപ്പ് നടത്തിയെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്ത് തട്ടിപ്പ് നടത്തിയെന്ന്? ഒരിക്കലും അനിയുടെ അച്ഛൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. അദ്ദേഹം വളരെ നല്ലൊരാളാണ്. ആ കുടുംബത്തിൽ എന്നും പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കണമെന്നാണോ എന്ന് ചോദിക്കുന്നുണ്ട് നന്ദു. നാഗേന്ദ്രൻ പറയുന്നുണ്ട്, മേഡം വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ. കാരണം അയാൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സകലമാന തട്ടിപ്പുകളുടെയും തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ നന്ദു ആകെ അന്തം വിടുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവുണ്ടെന്നാ എന്ന് പറയുമ്പോൾ നാഗേന്ദ്രൻ ഒരു ഫയൽ എടുത്ത് നന്ദുവിന് കൊടുക്കുന്നുണ്ട്. മേഡം, ഈ ഫയൽ ഒന്ന് നോക്കി നോക്കൂ. അതിലെ ഡോക്യുമെന്റ്സ് എല്ലാം വായിച്ചിട്ടുണ്ടെങ്കിൽ മേഡത്തിന് മനസ്സിലാവും അയാൾ എന്തൊക്കെ തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത് എന്ന്. അയാൾ ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകളാണ്. അദ്ദേഹം അവിടെ എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആദർശേട്ടനോ അനിയോ കണ്ടുപിടിക്കാതിരിക്കില്ല. കാരണം ആ ഓഫീസ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആദർശേട്ടനും അനിയുമാണ്. അവരെ കണ്ണുവെട്ടിച്ച് ആർക്കും ഒരു തട്ടിപ്പും അവിടെ നടത്താൻ കഴിയില്ല. പിന്നെ അത് അനിയുടെ അച്ഛൻ്റെയും കൂടി ഓഫീസല്ലേ, അവിടെ എന്തിനാ അനിയുടെ അച്ഛൻ അങ്ങനെ ഒരു തട്ടിപ്പ് നടത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ആ ഓഫീസ് മൂർത്തി സാറിൻ്റെതാണ്, അദ്ദേഹത്തിൻ്റെതാണ് ആ കണ്ട സ്വത്തുക്കളും എല്ലാം. അതാരും മറ്റാരുടെയും പേരിലുള്ളതല്ല. പിന്നെ അയാൾ തട്ടിപ്പ് നടത്തുന്നത് അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി തന്നെയാണ്. മേഡത്തിന് ഈ ഡോക്യുമെന്റ്സ് നോക്കിയാൽ മനസ്സിലാവും. അയാൾ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് എസ്റ്റേറ്റുകളും ഫ്ലാറ്റുകളും എല്ലാം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അയാൾക്ക് ഒരുപാട് സ്വർണവും വജ്രവും എല്ലാം ലോക്കറിൽ സൂക്ഷിച്ചിട്ടുമുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം അറിയുന്ന ഒരാൾ കൂടി ആ തറവാട്ടിലുണ്ട്, ഈ അജയുടെ ഭാര്യ. ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഈ തട്ടിപ്പുകളെ കുറിച്ച് ആകെ അറിയാവുന്നത്. അനിക്ക് പോലും ഇതിനെക്കുറിച്ചൊന്നും ഒരറിയുമില്ല എന്ന് പറയുന്നുണ്ട്. ഇതെനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം എന്ത് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിലും അത് ആദർശേട്ടനും അനിയും കണ്ടുപിടിക്കാതിരിക്കില്ല എന്ന് നന്ദു പറയുമ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അതിനൊക്കെ അവർക്ക് ആ ഓഫീസിൽ തന്നെ ഒരുപാട് സഹായികളുണ്ട്. ആ ജ്വല്ലറിയിൽ അയാൾ എത്ര കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണമാണ് അവിടുന്ന് തട്ടിപ്പ് നടത്തിയിട്ടുള്ളതെന്ന് അറിയാമോ നിങ്ങൾക്ക്? അതിൻ്റെ എല്ലാ വിവരങ്ങൾ ആ ഡോക്യുമെന്റ്സിലുണ്ട്. പിന്നെ മേഡത്തിന് ഇതൊന്നും വിശ്വാസമാവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഈ ഡോക്യുമെന്റ്സ് കൊണ്ട് ഞാൻ വന്നത്. പിന്നെ ഈ ഡോക്യുമെന്റ്സ് വ്യാജാണോ എന്നൊരു സംശയം ഉണ്ടാവുമല്ലേ? ഇതിന്റെ ഒറിജിനലും എൻ്റെ കയ്യിലുണ്ട്. മേഡം ഒരു അന്വേഷണം നടത്തി നോക്ക്. മേഡത്തിന് ഉറപ്പായും സത്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും. പിന്നെ ഇയാളിപ്പോൾ അടുത്താണ് ഗൾഫിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടുള്ളത്. അത് ഇപ്പോൾ അടുത്ത് നടത്തിയിട്ടുള്ള തട്ടിപ്പിൻ്റെതാണ്. പിന്നെ ഒരുപാട് സ്വർണ്ണ കള്ളക്കടത്തും ഇയാൾ നടത്തിയിട്ടുണ്ട്. ഇതൊന്നും പോലീസുകാരോ മറ്റാരോ കണ്ടുപിടിക്കാതിരിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. ഇയാൾക്ക് പോലീസിലെല്ലാം ഭയങ്കര പിടിപാടാണ്. ഇയാൾക്ക് മുകളിലൊക്കെ ഒരുപാട് പിടിപാടുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ സംശയം ആർക്കെങ്കിലും തോന്നിയാൽ തന്നെ അതെല്ലാം ഇല്ലാതാക്കാനും ഇയാൾക്ക് നല്ല കഴിവാണ്. അതുകൊണ്ടാണ് ഇത്രയും നാളും ഇയാൾ പിടിക്കപ്പെടാതിരുന്നത്. ഒരാൾക്കും ഒരു സംശയം ഇതുവരെയും തോന്നാതിരുന്നതും. എന്നാൽ എന്നെ കുറ്റക്കാരനാക്കിക്കൊണ്ട് അയാൾ ആ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി. ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടുള്ള ഈ അജയനെ എന്താണ് അവർ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് കാണണം. അയാൾ ഇപ്പോഴും ആ തറവാട്ടിലെ ഒരു മാന്യനായി ജീവിച്ചുകൊണ്ടിരിക്കുക. അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. തെറ്റ് ചെയ്തത് ആരായാലും അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം എന്നെല്ലാം പറയുന്നുണ്ട് നാഗേന്ദ്രൻ. നന്ദു പറയുന്നുണ്ട്, ഈ കാര്യത്തെക്കുറിച്ച് ഞാനൊരു അന്വേഷണം നടത്തട്ടെ. നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ അങ്ങനെ അങ്ങ് വിശ്വസിച്ചു എന്നൊന്നും വിചാരിക്കണ്ട. ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും ഞാൻ എന്ന് പറയുന്നുണ്ട്. നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ പറയുന്നതൊന്നും മേഡം വിശ്വസിക്കണമെന്നില്ല. മേഡം എല്ലാം കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം. എങ്കിലേ അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറ്റൂ. ആ കുടുംബക്കാരുടെ മുന്നിൽ അയാളുടെ മുഖംമൂടി വലിച്ചു കീറണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇത് നടക്കും എന്നെനിക്ക് ഉറപ്പുമുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് നാഗേന്ദ്രൻ. ശേഷം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ വരട്ടെ മേഡം. മേഡം ഏതായാലും ഇതെല്ലാം കണ്ടുപിടിക്കും. ഒരു കംപ്ലൈന്റും ഞാൻ എഴുതി തന്നേക്കാം. ഇതിനെക്കുറിച്ചെല്ലാം മേഡം കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് പോകാൻ ഒരുങ്ങുന്നുണ്ട് നാഗേന്ദ്രൻ. ശേഷം നാഗേന്ദ്രൻ ഒന്ന് നിന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നുണ്ട്, മേഡവും അനിയും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും താൻ അന്വേഷിക്കണ്ട. തൻ്റെ ആവശ്യം കഴിഞ്ഞല്ലോ, ഇനി താൻ പോവാൻ നോക്ക് എന്ന് പറയുന്നുണ്ട്. ഒന്ന് ചിരിച്ചുകൊണ്ട് നാഗേന്ദ്രൻ പോകുന്നുണ്ട്. ശേഷം നന്ദു ആ ഫയലെല്ലാം നോക്കുന്നുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന നാഗേന്ദ്രൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് തെളിയിക്കുന്ന ഡോക്യുമെന്റ്സ് ആണ് അതിലുള്ളത്. നന്ദുവിന് ആകെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഇയാൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണോ, അതോ ഇയാൾ ഉണ്ടാക്കിയ കഥകളാണോ ഇതെല്ലാം? പക്ഷേ ഈ ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആണല്ലോ.
ഞാൻ എന്താ ചെയ്യേണ്ടത്? അനിയോട് ഈ കാര്യങ്ങളെല്ലാം പറയണോ എന്നെല്ലാം ആലോചിക്കുന്നുണ്ട് നന്ദു. ശേഷം നന്ദു തീരുമാനിക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാം, അതിനുശേഷം മതി ഈ കാര്യങ്ങളെല്ലാം അനിയോട് പറയുന്നത്. ചിലപ്പോൾ അനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പ്രത്യേകിച്ച് നാഗേന്ദ്രനാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇതൊന്നും ഒട്ടും വിശ്വസിക്കില്ല. ആ കുടുംബം തകർക്കുന്നത് എങ്ങനെയാന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളല്ലേ നാഗേന്ദ്രൻ. അയാളുടെ വാക്കുകൾ ഒരിക്കലും വിശ്വസിക്കാനും പറ്റില്ല എന്നെല്ലാം പറഞ്ഞ് ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അന്വേഷിക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് നന്ദു. ശേഷം നന്ദു അനിയെ വിളിക്കുന്നുണ്ട്. അനി, എനിക്ക് നിന്നെ ഒന്ന് നേരിട്ട് കാണണം എന്ന് പറയുന്നുണ്ട്. അനി പറയുന്നുണ്ട്, നമ്മൾ ഇന്നലെ കണ്ടതല്ലേ ഉള്ളൂ, ഓ എന്നെ കാണാതിരിക്കാൻ നിനക്ക് കഴിയുന്നില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അനി കളിയല്ല, എനിക്ക് കാര്യമായിട്ട് അനിയോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയാണ്. അനി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നന്ദു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടായോ നമ്മളുടെ കാര്യം പറഞ്ഞുകൊണ്ട് എന്ന് ചോദിക്കുകയാണ്. അതൊന്നും അല്ല, നീ ഒന്ന് പെട്ടെന്ന് തന്നെ വരണം, എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാ എന്ന് പറയുന്നുണ്ട്. ശേഷം അനിയും നന്ദും കൂടി പുറത്ത് വെച്ച് കാണുന്നുണ്ട്. അനി ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം, നീ സീരിയസ് ആയ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി, എന്താണെന്ന് വെച്ചാൽ പറയും എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ എങ്ങനെയാണ് ഉൾക്കൊള്ളുക എന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ കാര്യം ആദ്യം എന്നോട് തന്നെ പറയണമെന്ന് എനിക്ക് തോന്നി. നിന്റെ ഓഫീസിലും തറവാട്ടിലുമെല്ലാം വളരെ വലിയ തട്ടിപ്പാണ് അനി നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അനി ചോദിക്കുന്നുണ്ട്, എന്ത് തട്ടിപ്പ്, നീ എന്ത് തട്ടിപ്പിനെ കുറിച്ച് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. ജ്വല്ലറിയിലും ഓഫീസിലുമൊക്കെ ആയിട്ട് കോടിക്കണക്കിന് രൂപയാണ് ഒരാൾ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാം വിവരം എനിക്ക് ഇപ്പൊ കുറച്ച് ദിവസം മുൻപാണ് കിട്ടിയത് എന്ന് പറയുന്നുണ്ട്. ആര് തട്ടിപ്പ് നടത്തിയെന്നാ? ഇനി അഭി എങ്ങാനാണോ? അവനാവുമല്ലോ ഏറ്റവും വലിയ കള്ളൻ എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അനിയോ? അഭി അല്ല അനി, അതിനേക്കാളൊക്കെ വലിയ തട്ടിപ്പാണ് ഒരാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അനി ചോദിക്കുന്നുണ്ട്, അതാരാ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അത് ഞാൻ എങ്ങനെയാ നിന്നോട് പറയാ എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട്, എന്താച്ചാലും നീ പറയേ നന്ദു, എന്താണെങ്കിലും എനിക്കത് അറിയണം എന്ന് പറയാണ്. ശേഷം ആ ഫയൽ എടുത്ത് കൊടുക്കുന്നുണ്ട് നന്ദു. അനി അതെല്ലാം നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇതിലെന്താ കുറെ എസ്റ്റേറ്റുകളും ഫ്ലാറ്റുകളും എല്ലാം വാങ്ങിച്ചതിൻ്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളല്ലേ, ഇതൊക്കെ എന്താ, ഇത് വേറെ ആരുടെ പേരിലാണല്ലോ, നീ ഇതെന്തിനാ എന്നെ കാണിക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് വാങ്ങിച്ചിട്ടുള്ളതൊക്കെ വേറൊരാളുടെ പേരിലാണെങ്കിലും ഇതിൻ്റെയൊക്കെ ഉടമസ്ഥർ എൻ്റെ അച്ഛനാണ് എന്ന് പറയുന്നുണ്ട്. എൻ്റെ അച്ഛനോ? നീ എന്താ നന്ദു ഈ പറയുന്നത് എന്ന് അനി ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, സത്യമാണ് അനി, നിങ്ങളുടെ ബിസിനസ്സിൽ വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ്. 20 വർഷങ്ങളായിട്ട് നടത്തിയിട്ടുള്ള തട്ടിപ്പിൻ്റെ എല്ലാം രേഖകളുണ്ട് എൻ്റെ കയ്യിൽ എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട്, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ, അച്ഛൻ തട്ടിപ്പ് നടത്തിയെന്നോ, എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് നീ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അനി നിനക്കെന്നെ വിശ്വാസമില്ലേ? ഞാനിതൊരിക്കലും നുണ പറയുന്നതല്ല, എന്നോട് നാഗേന്ദ്രനാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതും ഈ ഡോക്യുമെന്റ്സ് എല്ലാം കാണിച്ചതും എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട്, അനി ചിരിച്ചോണ്ട് പറയുന്നുണ്ട്, അതെല്ലാം കേട്ട് വിശ്വസിച്ച് വന്നിരിക്കുകയാണോ നീ? എങ്ങനെയെങ്കിലും ആ കുടുംബത്തിലുള്ളവരെ തമ്മിൽ തല്ലിക്കണം, ആ കുടുംബം തകർക്കണം എന്ന് മാത്രം ലക്ഷ്യമിട്ട് നടക്കുന്ന ഒരാളാണ് ആ നാഗേന്ദ്രൻ. അയാൾ പറയുന്നതും കേട്ടിട്ട് വന്നിരിക്കുകയാണോ നീ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അയാൾ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല അനി, പക്ഷേ അയാൾ ഈ തന്ന ഡോക്യുമെന്റ്സ് വെച്ച് ഞാനൊരു അന്വേഷണം നടത്തിയപ്പോൾ അറിഞ്ഞതെല്ലാം സത്യം തന്നെയാ. മറ്റൊരാളുടെ പേരിൽ ഈ സ്ഥലങ്ങളും എസ്റ്റേറ്റുകളും എല്ലാം വാങ്ങിച്ചിരിക്കുന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ്. ഈ അടുത്ത് ദുബായിലും അദ്ദേഹം ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതും എൻ്റെ അച്ഛൻ്റെ പേരിലല്ല, മറ്റൊരാളുടെ പേരിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ എല്ലാ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും നടത്തിയിട്ടുള്ളത് എൻ്റെ അച്ഛൻ തന്നെയാണ് എന്നെല്ലാം പറയുമ്പോൾ എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ കുടുംബത്തിൽ വളരെ വലിയ തട്ടിപ്പാണ് എൻ്റെ അച്ഛൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ്. അയാൾ പറഞ്ഞതെല്ലാം സത്യമായിട്ടുള്ള കാര്യമാണ്. അയാൾ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഈ കാര്യങ്ങളെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന്. പിന്നെ എനിക്ക് എന്നോട് സോഫ്റ്റ് കോർണർ ഉണ്ടാവും എന്ന് അയാൾക്ക് അറിയാവുന്നത് കൊണ്ട് അയാൾ പറയുന്നുണ്ട്, ഇതിൻ്റെ ഒറിജിനൽ രേഖകളെല്ലാം അയാളുടെ കയ്യിലുണ്ടെന്ന്. അതുകൊണ്ട് നമുക്കിത് മറച്ചു വെക്കാനൊന്നും ഒരിക്കലും സാധിക്കില്ല അനി. എന്നായാലും നിയമത്തിന് മുന്നിൽ അച്ഛനെ കൊണ്ടുവരിക തന്നെ വേണ്ടി വരും എന്ന് പറയുമ്പോൾ അനിക്ക് ഷോക്കായി പോകുന്നുണ്ട്. അനി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ അച്ഛനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണോ വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അനി. നന്ദു പറയുന്നുണ്ട്, ഇപ്പോൾ അച്ഛനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ അച്ഛൻ സത്യം പറയുന്നൊന്നും തോന്നുന്നില്ല. നമുക്കിത് ആദർശേട്ടനോടും നയന ചേച്ചിയോടും ഒന്ന് ചോദിക്കാം, അവരെന്താണ് പറയുന്നതെന്ന് നോക്കാം, അതിനനുസരിച്ച് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറയുന്നുണ്ട് നന്ദു.
ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. ഈ എപ്പിസോഡിന്റെ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്.